ഹായ് അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഷവർമ്മ രുചിയിലൊരു മാക്രോണിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഷവർമ്മയുടെ സോസ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്നുള്ളത് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ ഒരു 3/4 സ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് ഒരു 1/2 സ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ 2 സ്പൂൺ തൈരാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 2 സ്പൂൺ തൈരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. എന്നിട്ട് ഇതൊരു മണിക്കൂറോളം നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെക്കട്ടോ. നന്നായിട്ട് ഈ ചിക്കനിൽ നമ്മുടെ തൈരും കുരുമുളകും എരിവൊക്കെ പിടിക്കുന്നത് വരെ നമുക്കൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ആ സമയം കൊണ്ട് നമുക്ക് ഷവർമ്മ സോസ് ഇവിടെ ഉണ്ടാക്കിയെടുക്കാം. അതിന് ഞാനിതവിടെ ഒരു 3 സ്പൂണോളം മയോണൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. മയോണൈസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളിയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ അതിലേക്ക് ഒരു 2 സ്പൂൺ തൈരും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2-3 സ്പൂണോളം പാൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഇങ്ങനെ നന്നായിട്ട് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് പകുതി ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. ഈ നമ്മൾ ഷവർമ്മയ്ക്ക് കഴിക്കുമ്പോൾ 2 തരത്തിലുള്ള സോസ് ഉണ്ടാവുമല്ലോ, അതിന് വേണ്ടിയിട്ടാട്ടോ. ഇനി ഇത് പകുതി മാറ്റി കൊടുത്തിട്ട് പകുതിയിലേക്ക് ഞാൻ 1 സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ അതാ കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കഴിയുന്നതും കളറില്ല കാശ്മീരി മുളക് പൊടി തന്നെ എടുക്കാൻ ശ്രമിക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അതിന് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതങ്ങനെ ഞാൻ ചിക്കൻ ഇവിടെ ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചിക്കൻ പൊരിഞ്ഞ് വരുന്ന ആ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് അരിഞ്ഞത് അതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് കാബേജ് വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാനിവിടെ ക്യാരറ്റ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് അതും കൂടെ ഒന്ന് നമുക്ക് ഇതിൽ പൊരിച്ചെടുക്കാം. അപ്പോൾ അതങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ചെയ്തിട്ട് അങ്ങനെ റെഡിയായി വരുന്നുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് മാക്രോണി ഒന്ന് വേവിച്ചിട്ടെടുക്കാം കേട്ടോ. ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് മാക്രോണി ഒന്ന് വേവിച്ചിട്ടെടുക്കാം. അതിന് ഞാനിതവിടെ അത്യാവശ്യം കുറച്ച് അധികം വെള്ളം വെച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ മാക്രോണി തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഞാൻ ഇത്ര മാക്രോണി ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. കുറച്ചേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ, അതിനുള്ള ഇത് ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതങ്ങനെ നമ്മുടെ മാക്രോണി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഒരു 5-6 മിനിറ്റ് ആകുമ്പോഴത്തേന് തന്നെ വേവ് കേട്ടോ. ഇനി ഇതാ വെന്ത് വന്ന ആ മാക്രോണി നമുക്ക് ഈ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം. ഗ്യാസ് ഇപ്പോൾ ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ, ചെറിയ തീ തന്നെയാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഷവർമ്മയുടെ സോസ് ഉണ്ടല്ലോ, അത് കുറേശ്ശെ ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. 2 സ്പൂണ് വൈറ്റ് സോസും 2 സ്പൂൺ റെഡ് സോസും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ല. ഇനി ഇത് നമ്മൾ കഴിക്കുന്ന സമയത്ത് ബാക്കി സോസ് നമുക്ക് ഒഴിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ തന്നെ മുഴുവൻ സോസ് നമ്മൾ ഒഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് കുറച്ച് ക്യാരറ്റും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ നമ്മുടെ മാക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ അതങ്ങനെ നമ്മുടെ മക്രോണി ഇവിടെ റെഡിയായി ഞാൻ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എളുപ്പമല്ല നമുക്ക് ഈ ഒരു മക്രോണി ഉണ്ടാക്കിയെടുക്കാൻ. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.